ഹായ്, നമുക്ക് നല്ല രുചികരമായ ഒരു താറാവ് റോസ്റ്റ് തയ്യാറാക്കിയാലോ. ഞാൻ ഹണി. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് ചപ്പാത്തിയും താറാവ് കറിയാണ് നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണമാണ് കേട്ടോ. ഇത് പണ്ടേ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിൻ്റെ മനസ്സിലോട്ടുള്ള വഴിയാണെങ്കിൽ അവരുടെ വയറ്റിൽ കൂടെയാണ്. അതൊന്ന് തിയറി ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ താറാവ് കഴിക്കത്തില്ല, എന്നാൽ എൻ്റെ ഏട്ടനും അതുപോലെ തന്നെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ താറാവ് റോസ്റ്റ്. നമ്മൾ താറാവ് മേടിക്കുമ്പോഴത്തേനും കുറച്ച് അധികം ഉണ്ടെങ്കിൽ തന്നെയും കറി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല അല്ലേ. പ്രത്യേകിച്ച് കറിയല്ല, റോസ്റ്റ് ഉണ്ടാക്കിയാൽ ഒന്നും പറയാനും ഇല്ല. നമ്മളിപ്പോൾ ആണെങ്കിൽ 1 കിലോ താറാവ് മേടിച്ചതാണ് കേട്ടോ. അതേ കറി വെച്ച് വന്നപ്പോൾ ഒട്ടുമില്ല. നല്ല നാടൻ താറാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല തൊലിയോട് കൂടിയുള്ള നാടൻ താറാവ് നന്നായി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ തൊലിയൊക്കെ പിടിച്ചിരിക്കുന്ന വലിയ ഇഷ്ടമില്ല. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി. ഇത് 3 ഇട്ടിട്ടാട്ടോ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. വേറെയൊക്കെ ചേർത്ത് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാ കറിയിലും ഇപ്പോൾ ചിക്കനൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ മസാല ആ കൂടെ ചേർക്കാറില്ല. അത്യാവശ്യം ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇടും, ചിലപ്പം മുളക് പൊടി ഇടാറുണ്ട് കേട്ടോ. ഓരോ കറിയുടെ അനുസരിച്ച്. അല്ലാതെ എല്ലാ മസാലയും ചിക്കൻ മസാല അങ്ങനെയൊക്കെ ചേർത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടാറില്ല. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയേക്കുന്നത് ഇങ്ങനെ വേവിച്ചിട്ട് പിന്നീട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എല്ലാവരും കടുക് ചേർക്കാറില്ല ചില സ്ഥലത്തൊന്നും, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചിരണ്ടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു 20 ചുമന്നുള്ളിയാണ്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുക. നമ്മളെപ്പോഴും ഉണ്ടല്ലോ സവാള കുറച്ച് ചേർത്തിട്ട്, ചുമന്നുള്ളി ആണെങ്കിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ത് കറിയായാലും അതെ. ഇനിയിപ്പോൾ 2 സവാള എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ആണെങ്കിൽ ഒന്ന് വാടിയതിന് ശേഷം വേണം കേട്ടോ സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില എല്ലാ കറിക്കും കുറച്ച് ടേസ്റ്റ് തരുന്ന ഒന്നാണ്. അപ്പോൾ കൂടുതൽ കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും കറിവേപ്പില ഇതേ രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന അടിപൊളിയായിരിക്കുമേ. ഇനി ഇപ്പം ആണെങ്കിൽ ഉണ്ടല്ലോ വലിയ കുക്കൊന്നും അല്ലെങ്കിൽ കൂടെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ, അതായത് നമ്മൾ മനസ്സിൽ കുറച്ച് സ്നേഹം കൂടെ ചേർത്തിട്ട് കറിയൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്കും വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതെൻ്റെ അനുഭവം കേട്ടോ. എന്നോട് എല്ലാവരും പറയാറുണ്ട് നോൺ വെജ് ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന്. പക്ഷേ ആണെങ്കിൽ എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. സത്യം പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. എന്നെ ഏട്ടൻ നിർബന്ധിക്കുമ്പോഴാണ് ഞാൻ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നോൺ വെജൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ ഇടണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചെയ്തിട്ടിടാവേ. കൂടുതൽ എനിക്ക് മടിയായിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കിച്ചണൊക്കെ ആണെങ്കിൽ പഴയ രീതിയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേന് ഇപ്പോൾ എല്ലായിടത്തും മോഡേൺ കിച്ചണൊക്കെ അല്ലേ. അന്നേരം എല്ലാവരും ഒക്കെ എന്ത് പറയും എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് കൂടുതലും മടിയേ. ഇത് കണ്ടോ അത്യാവശ്യം വരണ്ട് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണേ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടേത് സാധാരണ ഒരു അടുക്കളയാണ്. അതുകൊണ്ട് കണ്ടോ എല്ലാ പാത്രങ്ങളും ഒക്കെ മേളിലൊക്കെ നമ്മളിങ്ങനെ പൊടികളെ ഐറ്റംസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ ഒരു തക്കാളിക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് എപ്പോഴും നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറി കുറച്ചുകൂടി മികച്ചതായിട്ട് കിട്ടുവേ. അപ്പോൾ ഈ തക്കാളിക്ക് നന്നായിട്ട് ഇതിലോട്ടൊന്ന് മിക്സായി വരണേ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. തക്കാളിക്ക് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇനി അധികം ചേർക്കരുത്, കാരണം നമ്മൾ മറ്റേ ചിക്കൻ വേവിച്ച സമയത്ത് താറാവ് വേവിച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണായതിന് 3 സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാലയാണ്, ഒരു 1/2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കട്ട എരിവായിരിക്കും.
ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നന്നായിട്ട് വെന്ത് ഇരിക്കുന്ന ആ താറാവ് കൂടി ഇതിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, താറാവിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കരുത് ഒരിക്കലും. കാരണം അത്യാവശ്യം ഇത് വെന്ത് വരുന്ന സമയത്ത് കഷ്ണമൊക്കെ ചുങ്ങിയിട്ട് നിറച്ച് വെള്ളം ഉണ്ടാവും. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ വേവിച്ചേക്കുന്നത്. കണ്ടോ, ഇപ്പം നന്നായിട്ട് വെള്ളം ഇല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം ഇത് വെള്ളം വറ്റിച്ച് എടുത്താൽ മതി, നല്ല വരട്ടി എടുത്തേച്ചാൽ മതി. നല്ല അടിപൊളി താറാവ് റോസ്റ്റ് ആവുമേ. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എരിവൊക്കെ നോക്കുക. ഞാൻ എരിവൊക്കെ നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അധികം നിങ്ങൾ ഒരിക്കലും മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ആ ഒരു റോസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. റോസ്റ്റിന് എപ്പോഴും കുറച്ച് കുരുമുളക് മുന്നിലുണ്ടാവണം, എന്നാലേ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പോലെ നാടൻ കോഴി, നാടൻ താറാവും ഒന്നും ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നാടൻ കോഴിയുടെ ആണെങ്കിലും താറാവിൻ്റെ ആണെങ്കിലും തൊലി കളയത്തില്ല. എനിക്കങ്ങനെ തൊലി ഇരിക്കുന്ന ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കഴിക്കാത്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത്. ചപ്പാത്തി കൂടി തയ്യാറാക്കണം. അത്യാവശ്യം വരട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കാം. നല്ല സൂപ്പർ താറാവ് റോസ്റ്റാണ്. ഞാൻ കഴിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഏട്ടന് കൊടുത്ത് അതുപോലെ തന്നെ പിള്ളേർക്ക് കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നല്ല സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മളുണ്ടല്ലോ ചപ്പാത്തിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല കേട്ടോ. പാക്കറ്റ് ചപ്പാത്തിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് തയ്യാറാക്കാൻ, പക്ഷേ ഹെൽത്തിന് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നെപ്പോലെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ കഴിക്കാം അല്ലേ. ഞാനാണെങ്കിൽ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, ഇനി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ.